നമസ്കാരം. ഉള്ളത് പറഞ്ഞാൽ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കേട്ട ഏറ്റവും ഗൗരവമാർന്ന വാക്കുകൾ ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? സംശയം വേണ്ട. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് തന്നെ. ഉദ്യോഗസ്ഥന്മാർക്ക് ആക്ഷേപാർഹമായി എന്തെങ്കിലും പറയുകയല്ല, മറിച്ച് തൻ്റെ ശ്രദ്ധയിലേക്ക് വന്ന ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പുതിയ സർക്കാരിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് നടപ്പാകേണ്ടതായിട്ടുണ്ട്. അത് നടപ്പാകുന്നതിന് മുഴുവൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെയും സഹകരണമുണ്ടാവണം. എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന നിലയുണ്ടാവണം. ചിലർ ഓഫീസിൽ രാവിലെ എത്തിക്കഴിഞ്ഞാൽ പൊതുജനം കാര്യമന്വേഷിച്ച് ചെന്നാൽ സീറ്റിൽ ആൾ കാണില്ല. വാസ്തവത്തിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഏർപ്പാടല്ല. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ചെമ്മനം ചാക്കോ എന്ന കവി ആളില്ലാ കസേരകൾ എന്ന കവിത എഴുതിയത്. എന്നാൽ ആളില്ലാ കസേര ശൈലി തൻ്റെ ഭരണകാലത്ത് പറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞത്. ദുഷ്പേര് ഇതിനകം സെക്രട്ടേറിയറ്റ് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അത് രാവിലെ വന്നു കഴിഞ്ഞാൽ കസേരയിൽ ഉണ്ടാകുന്ന ജീവനക്കാരുടെ എണ്ണം വളരെ ചുരുക്കമാണ് എന്നതാണ്. ഇതൊരു പൊതു പ്രതീതിയാണ്. ആ പ്രതീതിക്ക് നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയണം. നമ്മൾ കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തുകയും ഓഫീസ് സമയത്ത് അവരവരുടെ ചുമതല ഇരുന്നു കൊണ്ട് നിർവഹിക്കുകയും വേണം. അപ്പം അക്കാര്യത്തിൽ നല്ല താല്പര്യം നാം പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചായകുടി, ഊണുകഴി, ട്രെയിൻ പിടി സമ്പ്രദായം പോലെയുള്ള കാര്യം തന്നെയാണ് അഴിമതിയും. എന്തിനും ഏതിനും കിമ്പളം വേണം. ഒട്ടുമിക്ക സർക്കാർ ഓഫീസിൻ്റെയും ചട്ടമായി ഇത് മാറിയിട്ടുണ്ട്. ചില ആളുകൾ സ്ഥിരമായിട്ട് സെക്രട്ടേറിയറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും അത്തരം ആളുകളെ. അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് ഒരാൾ ഒരു പ്രശ്നത്തിന് ആൾക്ക് വരാം, അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് വരാം. പക്ഷെ ഒരു സഞ്ചിയും തൂക്കി സ്ഥിരമായിട്ട് ഓഫീസിൻ്റെ ഇടനാഴികളിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നത് ഒരു നല്ല ശീലമല്ലല്ലോ. നിങ്ങൾ അഴിമതി മുക്തരായാൽ മാത്രം പോരാ, നിങ്ങളെ ഉപയോഗിച്ച് അഴിമതി നടത്താൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ അത് തടയാനുള്ള ജാഗ്രത കൂടി നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില ആളുകൾ അതിൻ്റെ ഭാഗമായിട്ടാണോ വരുന്നത് എന്ന് പരിശോധിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം, സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ കുറിച്ച് പൊതുവെ അത്തരത്തിലുള്ള ഒരു പരാതി നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്നില്ല. ഈ പരാതി ഇല്ലാന്നേ ഉള്ളൂ, മറ്റു ചില പരാതികൾ നിങ്ങളെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി അങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയാൻ കഴിയും. ഓഫീസിൽ എത്തുന്ന പൊതുജനത്തിൻ്റെ സേവകരായല്ല, അവരെ ഇടിച്ചു പിഴിയാൻ ഇരിക്കുന്ന ഗുണ്ടകളെ പോലെയാണ് വാസ്തവത്തിൽ ചിലർ. ഉദാഹരണത്തിന് വില്ലേജ് ഓഫീസിൽ പൊസഷൻ, ലൊക്കേഷൻ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾക്ക് നേരിട്ട് അപേക്ഷിച്ചു നോക്കുക. കിമ്പളം കിട്ടാതെ ഉദ്യോഗസ്ഥർ അനങ്ങുകയില്ല. വീട് വയ്ക്കാൻ അനുമതിക്കായി പഞ്ചായത്തിലോ കോർപ്പറേഷൻ ഓഫീസിലോ ചെന്നു നോക്കുക. കിട്ടേണ്ടത് കിട്ടാതെ അനുമതി കിട്ടില്ല. ഇവിടെയെല്ലാം ഇതെല്ലാം തരപ്പെടുത്താൻ സ്ഥിരം കറങ്ങി നടക്കുന്ന ആളുകളുണ്ട്.
സെക്രട്ടേറിയറ്റിൽ കറങ്ങുന്ന അത്തരക്കാരെ സൂക്ഷിക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ ഉദ്യോഗസ്ഥര് പല തരത്തിൽ ഉള്ളവരുണ്ട്. പുതുതായിട്ട് ഉദ്യോഗത്തിൽ ചേർന്നവരുണ്ട്, ദീർഘകാലമായിട്ട് ഉദ്യോഗത്തിൽ കഴിയുന്നവരുണ്ട്. കുറേ കാലം ഉദ്യോഗത്തിൽ തുടരുമ്പോൾ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിൻ്റെ ശരിയായ തീവ്രതയോടെ മനസ്സിലാക്കുന്നതിന് കഴിയാത്ത ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്നുണ്ട്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ മുന്നിൽ എത്തിച്ചേരുന്ന പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുന്നിലെത്തുന്ന ഫയലിൽ എല്ലാം സ്പന്ദിക്കുന്നത് ജീവിതമാണ്. ഓരോ ആളുടെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ജീവൽ പ്രശ്നങ്ങളാണ് ഫയലിനകത്തുള്ളത് എന്ന ധാരണ നമുക്ക് പൊതുവിലുണ്ടാകും. മിക്കവാറും ഫയലുകളിൽ അല്ലെങ്കിൽ എല്ലാ ഫയലുകളിലും നിങ്ങളൊരു കുറിപ്പ് എഴുതുന്നുണ്ട്. ആ കുറിപ്പാണ് ചിലരുടെ കാര്യത്തിലെങ്കിലും അവർ തുറന്ന് ജീവിക്കണോ എന്ന് പോലും തീരുമാനിക്കുന്നത്. കാരണം അത്രയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലാണ് നിങ്ങളുടെ പേന കൊണ്ട് നിങ്ങൾ കുറിച്ചിടുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. ഇനി ഫോൺ വിളിയുടെ കാര്യം. ഇത് സെക്രട്ടേറിയറ്റിൽ മാത്രമുള്ള കാഴ്ചയല്ല. നമ്മൾ ഒരു കാര്യത്തിനായി ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും ഫോൺ താഴെ വയ്ക്കാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കാണാം. സംസാരം തീർന്നു കഴിഞ്ഞാലോ ഫേസ്ബുക്കും വാട്സാപ്പും നോക്കി കമൻറ്റും ഇട്ട ശേഷമായിരിക്കും നിന്ന് കാല് കഴിച്ചവരുടെ മുഖത്തേക്ക് ഒന്ന് മിഴി തുറക്കുന്നത്. ഇവിടെ ചില മേഖലകളിൽ പ്രവൃത്തി സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. നമുക്ക് പ്രവൃത്തി സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിന് വേറെ തടസ്സമൊന്നും ഇപ്പോഴില്ല. പക്ഷേ നമ്മൾ തന്നെ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം. വാസ്തവത്തിൽ സർക്കാർ ഓഫീസുകളിൽ ഡ്യൂട്ടി സമയത്ത് മൊബൈൽ ഫോൺ നിരോധിക്കുക തന്നെ വേണം. അത്യാവശ്യമുള്ള ആശയവിനിമയത്തിന് ലാൻഡ് ഫോൺ ഉണ്ടല്ലോ. ഇനി ഓഫീസിൽ ചെല്ലുന്നയാളിനോട് ഓഫീസർ മുതൽ അറ്റൻഡർ വരെ പെരുമാറുന്നത് ഏതോ ആജന്മ ശത്രുവിനോട് എന്ന മട്ടിലാണ്. വാസ്തവത്തിൽ ആ പെരുമാറ്റത്തിൻ്റെ അനന്തരഫലമായിരുന്നു വെള്ളറട വില്ലേജ് ഓഫീസിൽ സാംകുട്ടി എന്ന പൗരൻ ചെയ്തത്. 5 വർഷമായി ഞങ്ങൾ ഈ വസ്തുവിന് പുറകെ നടന്നിട്ട് ഞാൻ കൈക്കൂലിയും കൊടുത്തിട്ടുണ്ട്. അവർ ചോദിച്ച തുകകളൊന്നും പറയണ്ട, പല വില്ലേജ് ഓഫീസറാണെന്നല്ല മാറി വരുന്നത്. വളരെ വിദഗ്ധമായി സർക്കാർ ഉത്തരവുകൾ തെറ്റായി വ്യാഖ്യാനിച്ച് ആനുകൂല്യങ്ങളും അവസരങ്ങളും തടഞ്ഞു വെക്കുന്ന ചില വിദ്വാൻമാരുമുണ്ട്. ഒടുവിൽ കോടതിയിൽ പോകേണ്ടി വരും ഉത്തരവ് നടപ്പാക്കി കിട്ടാൻ. എങ്ങനെയും ജനത്തെ പൊറുതിമുട്ടിക്കുക, അതാണ് ഉന്നം. ഒരു കാര്യം ഉറപ്പാണ്, കാലം മാറിയിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജനസേവകരാണ് തങ്ങൾ എന്ന ഉത്തമ ബോധ്യത്തോടെ പെരുമാറിയില്ലെങ്കിൽ വിവരമറിയുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബാധകമാണ്. രാവിലെയും രാത്രിയിലും അവധി ദിവസങ്ങളിലും ഇരുന്ന് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സൽപ്പേരിനുകൂടി കളങ്കം ചാർത്തുന്നവരാണ് വാസ്തവത്തിൽ ആളില്ലാ കസേരകളുടെ അധിപന്മാർ. ഈ സെക്രട്ടേറിയറ്റ് ഇടിച്ചു കളഞ്ഞ് ചേമ്പ് വയ്ക്കണമെന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാവ് ആർ സുഗതൻ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മ വരുന്നു. സുഗതൻ സാർ പറഞ്ഞ അത്രയും കടുപ്പിച്ച് കാര്യങ്ങൾ പറയുന്ന തരത്തിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോകരുത് എന്നർത്ഥം. ആവർത്തിക്കട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥർ ജനസേവകരാണ്. അക്കാര്യം ഒരു നിമിഷം പോലും മറക്കരുത്.
അഴിമതി നമ്മുടെ സമൂഹത്തെ എത്രമാത്രം ഗ്രസിച്ചിരിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമാണ് ഹൈക്കോടതി ജഡ്ജിയെ വിലയ്ക്ക് വാങ്ങാനുള്ള ശ്രമം. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിൽ കരുതൽ തടങ്കൽ ഒഴിവാക്കാൻ 25 ലക്ഷം രൂപയാണ് പ്രതി വാഗ്ദാനം ചെയ്തത്. തുറന്നു പറഞ്ഞത് ജസ്റ്റിസ് KT ശങ്കരൻ തന്നെ. എംബ്രാൻ അല്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നത് ഇന്നും പ്രസക്തം. അഴിമതി, സർവത്ര അഴിമതി, കോടതിയിലും അതു സാധ്യം എന്ന തോന്നൽ. ഇനി ഇതിനൊക്കെ മാറ്റം അനിവാര്യം. ഈ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ അധികാരവും ധൂർത്തിനുള്ള ഉപാധിയായി കാണുന്നവർ നമ്മുടെ നിയമസഭയിലെ ഒരു പുതിയ അംഗത്തെ ഒന്ന് കണ്ണു തുറന്ന് കാണണം. അപ്പോൾ മനസ്സിലാകും ജനാധിപത്യം മണ്ണിൽ ചവിട്ടി നടക്കുന്നു എന്ന്. CK ശശീന്ദ്രനായ ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്തു. വയനാട് MLA CK ശശീന്ദ്രൻ ചെരുപ്പിടാതെ മണ്ണിൽ ചവിട്ടി നടക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉപജീവന മാർഗം ആകാത്തതുകൊണ്ടാണ്. ഉപജീവനത്തിന് പശുവിനെയും കോഴിയെയും വളർത്തുന്നു. അദ്ദേഹം തന്നെ പശുവിനെ കറക്കുന്നു, പാല് കൊണ്ടു നടന്ന് വിൽക്കുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. രാഷ്ട്രീയം കൊണ്ട് ജീവിതത്തിൽ പാർട്ടി ഭാരവാഹിത്വം മാത്രമാണ് മിച്ചം. ഇപ്പോൾ MLA ആയ ശശീന്ദ്രൻ ഒരിക്കൽ പോലും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ല. ശശീന്ദ്രൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ജീവിത രീതി പാർട്ടി ജീവിതം തന്നതാണ്. ഒരു കാലത്ത് ചെരുപ്പ് വാങ്ങാനാകുമായിരുന്നില്ല, പിന്നെ അത് കാലിന് ശീലമായി. എന്നാൽ താൻ ചെരുപ്പ് ധരിക്കാത്തത് ഒരു ആനക്കാര്യമായി കാണേണ്ടതില്ല എന്നാണ് ശശീന്ദ്രൻ്റെ ഭാഷ്യം. അതെ, ചിലർ അങ്ങനെയാണ്. അവർക്ക് വാക്കും പ്രവൃത്തിയും ഒരുപോലെയാണ്. ജീവിതം തന്നെയാണ് അവരുടെ സന്ദേശം. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5-നായിരുന്നു. ജൂൺ 7-ന് കേരള കൗമുദി എഴുതിയ മുഖപ്രസംഗം പരിസ്ഥിതിയെയും വികസനത്തെയും സംബന്ധിച്ച് കാതലായ ചില ആശയങ്ങൾ അവതരിപ്പിച്ചു. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയെപ്പറ്റിയുള്ള പുതുവിചാരങ്ങളാണ് പശ്ചാത്തലം. അതിരപ്പള്ളിയുടെ കാര്യം നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. പാരിസ്ഥിതിക അനുമതി കിട്ടി പദ്ധതി ആരംഭിക്കാൻ പുറപ്പെട്ടതാണ്. അന്നത്തെ രാഷ്ട്രീയമായ എതിർപ്പിൻ്റെ ഫലമായി പദ്ധതിയെ തന്നെ എതിർക്കുന്നൊരു നിലപാട് ചിലപ്പോൾ സ്വീകരിക്കാറുണ്ടല്ലോ. അങ്ങനെയൊരു കൂട്ടർ കോടതിയിൽ കേസിന് പോയി. അത് യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക പ്രശ്നമായിരുന്നില്ല, രാഷ്ട്രീയം മനസ്സിൽ വെച്ച് കൊണ്ടുപോയതായിരുന്നു. ഇവിടെയുള്ള ആശങ്ക അത് അവിടുത്തെ വെള്ളച്ചാട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി നടപ്പായാൽ അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോകും എന്നൊരാശങ്ക. എനിക്കറിയാവുന്നിടത്തോളം വെച്ച് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൽ 57 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ റെയിൽപാതയ്ക്കായി തുരങ്കം തീർത്തിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനം നടന്നത് കഴിഞ്ഞ വാരത്തിലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു തുരങ്കം നിർമ്മിക്കാൻ പരിസ്ഥിതിവാദികൾ അനുവദിക്കുമോ? കേരള കൗമുദിയുടെ മുഖപ്രസംഗം മുന്നോട്ട് വയ്ക്കുന്ന ആശയം വ്യക്തമാണ്. ഒരു വികസന പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങുമ്പോൾ അന്ധമായി എതിർക്കുകയല്ല വേണ്ടത്. പരിസ്ഥിതിയുടെ നഷ്ടം നികത്തുമാറ് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ ആശയത്തോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകാം. സൈലന്റ് വാലിയുടെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. മാതൃഭൂമി പത്രം സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി വേണമെന്ന് ആവശ്യപ്പെട്ടു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അതിനെ എതിർത്തു. കവയത്രി ബാലാമണി അമ്മ സൈലന്റ് വാലി പദ്ധതിയെ അനുകൂലിച്ചു. സുഗതകുമാരി എതിർത്തു. അതായത് യോജിപ്പും വിയോജിപ്പും പാരിസ്ഥിതിക വിഷയങ്ങളിൽ സ്വാഭാവികം. പക്ഷേ അന്തിമ തീരുമാനം ജനാഭിലാഷത്തിൻ്റെ ഒപ്പം ആകുന്നതാണ് എപ്പോഴും നല്ലത്. ജനങ്ങൾക്കും പരിസ്ഥിതിക്കും മാത്രമല്ല, അത് നടപ്പാക്കുന്നവർക്കും.
പെരുമ്പാവൂരിലെ ജിഷയുടെ കൊലപാതകം കേരളീയ സമൂഹത്തിൽ വൻ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. തെരഞ്ഞെടുപ്പിൽ അതൊരു മുഖ്യ വിഷയമായി. അന്വേഷണം മതിയായ തരത്തിലല്ല എന്ന ആക്ഷേപമുയർന്നു. പുതിയ അന്വേഷണ സംഘം തന്നെ വന്നു. പുതിയ DGP തൻ്റെ ഔദ്യോഗിക കർത്തവ്യത്തിൽ ജിഷ കേസിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും പറഞ്ഞു. കേസ് ഡിറ്റക്റ്റ് ആയ ശേഷം മാത്രം അതൊന്നും എന്താ ക്രൂഷ്യൽ ഇമ്പോർട്ടൻ്റ് അങ്ങ് പറയാം. ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഞങ്ങൾ പ്ലീസ് ഞങ്ങൾ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ഒരു ഫോക്കസ്ഡ് രീതിയിൽ ഞങ്ങൾ നോക്കാം. സോ അതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു. സോ ഞാൻ വന്നു. ഈ കൊലപാതകത്തിലെ പ്രതിയെ കണ്ടുപിടിക്കാൻ എന്താണ് ഇത്ര പ്രയാസം? അത് ആലോചിക്കുമ്പോഴാണ് എത്രമാത്രം ആസൂത്രിതമായിരുന്നു അതെന്ന തിരിച്ചറിവുണ്ടാകുക. മാരക പരിക്കുകൾ ഉണ്ടായിരുന്ന ശരീരം എന്തുകൊണ്ട് കത്തിക്കാൻ പോലീസ് തിടുക്കപ്പെട്ടു? അത് ഇപ്പോഴും ദുരൂഹം. ഇതെല്ലാം ചുരുളഴിഞ്ഞു വരണം. See, madam, one thing is that investigation is not magic. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു സാങ്കേതിക ഒരു സയൻറ്റിഫിക് രീതിയിൽ കൊണ്ടുപോകണം. സോ എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം ഒരു കേസിന് നമ്മൾ 24 hours ഡിറ്റക്ട് ചെയ്യാം. ഒരു കേസിന് 1 വർഷം പോലെ പിടിക്കും. പക്ഷേ ഞങ്ങൾ പിന്നെ ഈ കേസ് പെട്ടെന്ന് തെളിയിക്കാം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജിഷ കൊലക്കേസ് പലതരം ബൗദ്ധിക ആലോചനകൾക്കും പ്രേരണയായി തീർന്നത്. പച്ചക്കുതിര മാസികയുടെ ജൂൺ ലക്കത്തിൽ ബലാത്സംഗത്തിൻ്റെ വംശാവലി ചരിത്രം എന്ന പേരിൽ സിമി കോറോട്ട് എഴുതിയ ലേഖനം ബലാത്സംഗം സ്ത്രീയുടെ ശരീരത്തെ അപമാനിക്കുക മാത്രമല്ല, മറിച്ച് സ്ത്രീ ശരീരത്തെ, മനസ്സിനെ, ആത്മത്തെ തന്നെ ഒരേ സമയം ആഴത്തിൽ മുറിപ്പെടുത്തുകയും അവമതിക്കുകയും ചെയ്യുന്നു എന്നാണ് അതിലെ നിരീക്ഷണം. മലയാളം വാരികയിൽ പെണ്ണുടൽ ഭേദിക്കുന്ന ശിക്ഷകൻ എന്ന പേരിൽ VU അമീറ എഴുതിയ ലേഖനം പെണ്ണിന് മാത്രമായി എന്താണ് മാനം, സ്വന്തം മാനമാണ് സംരക്ഷിക്കേണ്ടത് എന്ന് ആരും തിരുത്തുന്നില്ല എന്നാണ് നിരീക്ഷിക്കുന്നത്. വാസ്തവത്തിൽ ഇത്തരം ആലോചനകൾ ഒരു കൊലപാതകം കേരളീയ സാമൂഹ്യ ചേതനയിൽ സൃഷ്ടിച്ച ആഘാതത്തിൻ്റെ പ്രത്യക്ഷമാണ്. എന്നിട്ടും മുൻ ആഭ്യന്തരമന്ത്രിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒരു രേഖാചിത്രം മാത്രമേ പുറത്തുവിട്ടുള്ളൂ, ഇപ്പോൾ 4 രേഖാചിത്രങ്ങളായി, എന്നിട്ടും പ്രതിയെ കിട്ടിയില്ല. യഥാർത്ഥത്തിൽ കേസ് അന്വേഷണവും കുറ്റവാളിയെ കണ്ടെത്തലും അതിൻ്റെ മുറയ്ക്ക് നടക്കും. പക്ഷേ ഇത്തരമൊരു തീപിടിച്ച വിഷയത്തിൽ ഞങ്ങളും നിങ്ങളും എന്ന വേർതിരിവ് കാണേണ്ടിയിരുന്നില്ല. ഇവിടെ ആരുടെയും രാഷ്ട്രീയ വിജയമല്ല പ്രധാനം, സ്ത്രീയുടെ മാനം തന്നെയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും മാനം. ജിഷ സംഭവത്തിൽ നിന്നൊരു കവിത. നീലൻ എഴുതിയ ബലാത്സംഗം. പേടിപ്പിക്കുന്ന ഒരു ഉത്കണ്ഠയിൽ നിന്ന് വന്നതാണ് വരികൾ. പണ്ടാറടങ്ങാൻ പറഞ്ഞില്ലേ പണ്ടേ, മലയാളിയാകില്ലുറപ്പ്, ബംഗാളിയാകാം അല്ലെങ്കിലാകാം ആസാമിയാം ഒരന്യ സംസ്ഥാനി, മുറിവുകൾ 30ഓളമേയുള്ളത്രേ, ഛേ മലയാളിയാവില്ലെന്നുറപ്പ്. നിക്ഷേപ സൗഹൃദത്തിൻ്റെ സുന്ദരനാട്ടിൽ ആടിത്തിമിർക്കുന്ന മേളകൾ എന്തെല്ലാം. സ്ത്രീയുടെ, നമ്മുടെ ഓരോരുത്തരുടെയും മാനം അതുതന്നെയാണ് പ്രധാനം. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടത്. ആ തിരിച്ചടിയേക്കാൾ ഭയപ്പെടുത്തുന്നതായിരുന്നു അതിനുശേഷം കോൺഗ്രസിൽ തളം കെട്ടി നിന്ന മൗനം. വാസ്തവത്തിൽ ആരാണ് ഈ തിരിച്ചടിയുടെ യഥാർത്ഥ ഉത്തരവാദി? ഉത്തരവാദിത്തം തനിക്കാണെന്ന് മേനി പറഞ്ഞ് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ടെന്ന് വെച്ചു. വാസ്തവത്തിൽ 22 MLA-മാരിൽ 13 പേർ ചെന്നിത്തല വിഭാഗമായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി പിന്മാറിയത്. ആ പിന്മാറ്റത്തിന് മറ്റൊരു മുന കൂടിയുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന താൻ പിന്മാറുമ്പോൾ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധീരനും പിന്മാറണം. എന്നാൽ സുധീരൻ വിട്ടുകൊടുക്കുന്നില്ല. കഴിഞ്ഞ KPCC യോഗം 2 ദിവസം നീണ്ടുനിന്ന യോഗം നെയ്യാർ ഡാമിൽ നടന്നിരുന്നു. ആ യോഗത്തിൽ ഉയർന്നു വന്ന പൊതുവായ അഭിപ്രായങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിനെ ധരിപ്പിച്ചു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി
ഈ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സംഗതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേരളത്തിലെ പ്രധാന പാർട്ടി നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു ചർച്ച ഏതായാലും ഇതുവരെ വന്നിട്ടില്ല. സുധീരൻ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപവുമായി എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഹൈക്കമാൻഡിൽ മുട്ടി നിൽക്കുകയാണ്. തലമുറ മാറ്റം വേണമെന്ന ആവശ്യവും ശക്തം. ഹൈക്കമാൻഡ് ലോ കമാൻഡായിരിക്കുന്ന ഇക്കാലത്ത് ആരെ നേരെയാക്കാനാണ്? സത്യത്തിൽ കോൺഗ്രസ് അല്ല, ജാതി മത സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ കോൺഫെഡറേഷൻ ആയ UDF ആണ് ഉടച്ചു വാർക്കേണ്ടത്. അതിന് പരസ്പരം കാലുവാരുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് എങ്ങനെ സാധിക്കും? യഥാ കോൺഗ്രസ് തഥാ UDF. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ ഭർത്താവ് ആരാണ് എന്ന മുൻ കായിക മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടി കേൾക്കൂ. അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്ന കായിക താരം ഇന്ത്യയുടെ മഹത്തായ കായിക പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ വളർച്ചയുടെയും അഭിമാനത്തിന്റെയും പശ്ചാത്തലം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ആർക്കറിയാത്തത് അഞ്ജുവിനെ? അഞ്ജു മാത്രമല്ല, അഞ്ജുവിന്റെ ഭർത്താവ് ജിമ്മി ജോർജിന്റെ കുടുംബം എല്ലാം കായിക രംഗത്ത് ജീവിതം അർപ്പിച്ചവരാണ്. നാക്കുപിഴ ആണോ ഇത്? ഓർമ്മപ്പിശക് ആണോ ഇത്? രണ്ടുമല്ല. ആലോചന കൂടാതെ എന്തും വിളിച്ചു പറയാൻ ധൈര്യപ്പെടുന്ന രാഷ്ട്രീയ ജിഹ്വയുടെ മുഴക്കമാണ്. സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച സക്കറിയയുടെ റാണി, എം മുകുന്ദൻ്റെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ, സേതുവിൻ്റെ ചങ്ങമ്പുഴ പാർക്ക് എന്നീ ചെറുകഥകൾ വായിക്കുമ്പോഴാണ് പുതുതലമുറയിലെ പല ചെറുകഥാകൃത്തുക്കളുടെയും കഥകൾ എത്രമാത്രം പാപ്പരാണ് എന്ന് മനസ്സിലാകുക. ഉള്ളതുപോലെ പറയുന്ന ഉള്ളത് പറഞ്ഞാൽ ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. വിലാസം ഉള്ളത് പറഞ്ഞാൽ @kaiരളി tv.in.